വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫർ സഫാരി. വെൽക്കം ടു മൺസൂൺ സീരീസ്. റിസൾട്ട് നമ്പർ 16. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റിസൾട്ട്സ് വെരി മച്ച് ഡെൻസിറ്റി ആയിട്ട് ഹെയർ വന്ന റിസൾട്ടാണ്. നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കട്ടിക്ക് മുടി വരികയെന്ന് നിങ്ങൾക്കറിയാം. ഭയങ്കരമായിട്ടുള്ള ഡെൻസിറ്റിയാണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ഇതാണ് ബിഫോർ ഫോട്ടോസ്. നോക്കിയേ, ഫ്രണ്ട് ഏകദേശം ഒരു മിഡിൽ വരെ ഇതുണ്ട്. നല്ല സിൽക്കി ഹെയർ ആണ്, ബട്ട് ഡെൻസിറ്റി ഉണ്ട്. ഗ്രാഫ്റ്റ് കാണുമ്പോൾ ക്വാളിറ്റി ഗുഡാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാണിക്കാം. നോക്കിയേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്തിനാണ് ചെയ്യുന്നത്? ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നമ്മൾക്ക് സംതിങ് ഭംഗി വരണം, ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ആ സിറ്റുവേഷനിൽ മാറ്റം വരണം. പല ക്ലിനിക്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അങ്ങനത്തെ വൃത്തികെട്ട ഹെയർ ലൈൻ കൊടുക്കുന്ന പല സെൻറ്റേഴ്സും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം കൂട് പോലെയാണ് ഒരുപാട് ക്ലിനിക്കുകൾ നമ്മൾ നാട്ടിൽ വരുന്നത്. സോ അത് വളരെയധികം ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്ത് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയിൽ ചെയ്യാം. ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഫുൾ റിസൾട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വന്ന റിസൾട്ട് ഇതാണ്. എങ്ങനെയുണ്ട് റിസൾട്ട്? ഫ്രണ്ടും ടോപ്പും സൈഡും ബാക്കും അടിപൊളി റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള ഡെൻസിറ്റി ഉണ്ട്. ഒരു കാരണവശാൽ സ്കിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയോ ബബിൾസ് പോലെ ഒന്നുമില്ല. പക്ക റിസൾട്ടാണ്. സഫയറിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇതായിരുന്നു റിസൾട്ട് നമ്പർ 16. നമ്മളുടെ ടാർഗറ്റ് 100 റിസൾട്ട്സ് ആണ്. മൺസൂൺ സീരീസിൽ ഒരുപാട് റിസൾട്ട്സുകൾ വരുന്നുണ്ട്. കീപ് വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. Thank you very much for watching Hair Transfer Safari. Bye.